ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം നമുക്ക് കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കിട്ടിയ സഭയാണ് യഥാർത്ഥ സഭയായി, ഈശോ ആഗ്രഹിച്ച സഭയായി, ഈശോ ആഗ്രഹിച്ച മഹത്വത്തിൽ ജീവിച്ചത്. ഇന്നിന്റെ സഭയായ നമുക്ക് ഈശോ ആഗ്രഹിച്ച സഭയായിട്ട് രൂപാന്തരപ്പെടണമെങ്കിൽ ഈ അഗ്നിയെ പ്രാപിക്കണം. ഈ അഗ്നിയെ, മാമോശ സ്വീകരിച്ച അഗ്നി, സ്ഥൈര്യലേപനത്തിൽ നമ്മുടെ കൂടെ എന്നേക്കുമായി വസിക്കുവാൻ ഇറങ്ങി വന്ന ഈ അഗ്നി എന്നും 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 ഇന്നും എന്നും ഇന്നും നവീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഈ അഗ്നിയാൽ നയിക്കപ്പെട്ടവർക്കാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തോട് വലിയ താല്പര്യം ഉണ്ടായത്. വലിയ താല്പര്യത്തോടു കൂടി അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പരിശുദ്ധ കുർബാനയാണല്ലോ അപ്പം മുറിക്കൽ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം. ഹല്ലേലൂയ. കണ്ണു തുറക്കാം. ഈ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, നമുക്ക് നമ്മുടെ സഭയിൽ, ആദിമസഭയിലുള്ള എല്ലാം ഇവിടെ ഇന്നുമുണ്ട്. അപ്പസ്തോലന്മാരുടെ പ്രബോധന സുവിശേഷം നമ്മുടെ കൈകളിൽ നിന്ന് ലിഖിത രൂപത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്കുള്ള ഏക സ്വത്തെന്ന് പറയുന്നത് പോലെ നമുക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടെന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു സ്വത്ത് മേടിക്കണം കേട്ടോ. പറയണം അപ്പനോട്, എനിക്കൊരു ബൈബിൾ വേണം കേട്ടോ മോളെ, ഒരു ബൈബിൾ, വേറൊന്നും പിന്നെ വേണ്ട, ഒരു ബൈബിൾ വേണം. അതിങ്ങനെ സ്വത്തായിട്ട് കൊണ്ട് നടക്കണം. അതിലൂടെ അതിലുള്ള ഈശോയോട് സംസാരിക്കാനും പറയാനും മിണ്ടാനും ഒക്കെ ഉള്ളൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനൊരിക്കലും ഒരു ഒറ്റപ്പെടൽ വരാതിരിക്കാൻ ഈ കർത്താവ് നോക്കും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ നാളുകളിൽ ആഗ്രഹിക്കുക. ഈ ആരാധനയുടെ സമയങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വലിയ കൃപ സ്വീകരിച്ച് നമ്മൾ ആരാധിച്ച് ദൈവമഹത്വം സ്വീകരിച്ചിട്ട് നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പം നമ്മൾ ആഗ്രഹിക്കണം, നമുക്കും ആദിമസഭയ്ക്കുണ്ടായിരുന്ന ഈ അസാധാരണമായ ഒരു താല്പര്യം, കർത്താവേ, വചന സ്വീകരണത്തിൽ, പരിശുദ്ധ കുർബാന ആരാധനയിൽ, കർത്താവേ, കൂട്ടായ്മയിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടുന്നത് തന്നെ ഈശോ ആരാധിക്കാൻ വേണ്ടി. നമ്മൾ ഇടവ കുടുംബത്തിൽ നമ്മളിപ്പോൾ ഒന്നിച്ച് കൂടിയിരിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒന്നിച്ച് കൂടുന്നത് എന്തിനു വേണ്ടിയാ? സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണോ? അത് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിച്ചാൽ മതി. ആത്യന്തികമായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ ഈ ഇടവ കുടുംബത്തിൽ മനോഹരമായ ദേവാലയം, ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഈശോ നമുക്ക് ഒരുക്കി തന്നതിന് എന്തിനു വേണ്ടിയാ? ഒന്നാമതായിട്ട് എന്തിനാന്ന് പറയണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദേവാലയങ്ങളിലെ കൂട്ടായ്മകളിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. വേറെ എന്തൊക്കെയോ ചില കാര്യങ്ങൾക്കാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചിലപ്പോഴെങ്കിലുമൊക്കെ വിഭാഗീയതകളും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതല്ലല്ലോ, നമുക്കവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഈ ആലയത്തിലേക്ക് വരുന്ന എന്തിനാ? നമ്മുടെ സ്വന്തം വീടായി, നമ്മുടെ വീടിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഭാഗമായി കണ്ടുകൊണ്ട് ദൈവാലയത്തെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താ? അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണ്? ആരാധിക്കാൻ. ആരാധനയാണ് ജീവിതമെന്നും ആരാധനയിലൂടെയാണ് സ്വർഗീയമായ സഭയിൽ നമ്മൾ ഭാഗമാകുന്നതെന്നൊക്കെ തിരിച്ചറിവ് കിട്ടിയ സഭ, പ്രിയപ്പെട്ടവരെ, ആരാധിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ വിശുദ്ധ കൂടാരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം നമ്മുടെ ഒറ്റ ഹൃദയ വിചാരം ഉണ്ടായാൽ മതി, എന്നെ ഇവിടെ ഈശോ എത്തിച്ചത് ആരാധിക്കാനാണ്. ആരാധിച്ച് സമാധാനത്തോടെ മടങ്ങുമ്പം നമ്മളെ ഒരു വിഭാഗീയതയും ബാധിക്കത്തില്ല. പിന്നെ ആരാധനയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ചർച്ചകളും ചിന്തകളും ഉണ്ടായാൽ മതി ശരിക്കും. അപ്പം ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും പിന്നീട് അതിൽ നിന്ന് ഉണ്ടായിക്കോളും. അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വികസനവും അവിടുന്ന് വന്നോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കൊച്ചു കാര്യങ്ങളിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തി തലവെക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറം നമ്മളെ ബാധിക്കുന്ന മുഖ്യ വിഷയം പള്ളിയിൽ അത് ആരാധനയാണെങ്കിൽ ആരാധകർ ഒരുമിച്ച് നിന്നാലേ ആരാധന സജീവമാകത്തുള്ള തിരിച്ചറിവ് കിട്ടിയവർ പിന്നെ പിണങ്ങാനും പിന്നെ കുശുകുശുക്കാനും ഒന്നും പോകത്തില്ല. കൊച്ചു കാര്യങ്ങളിൽ കുരുങ്ങത്തില്ല. കുറവില്ലാത്ത ആരുമില്ല. ബലിയർപ്പിക്കുന്ന അച്ഛനും ബലിയിൽ പങ്കുചേരുന്ന നമ്മൾ ഓരോരുത്തർക്കും നമ്മുടേതായ മാനുഷിക കുറവുകളുണ്ട്. പക്ഷെ നമ്മൾ സഹോദരങ്ങളാണ്. ആരാധിച്ചാണ് നമ്മൾ കുറവുകൾ പരിഹരിക്കുന്നത്. അപ്പോൾ ആരാധനയിൽ സജീവമായ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ തനിയെ മാറിപ്പോക്കോളും. അല്ലാതെ ഒന്നും കുറവുകൾ മാറിപ്പോകത്തില്ല. എൻ്റെയും നിങ്ങളുടെയും കുറവ് മാറണമെങ്കിൽ ദൈവം സഹായിക്കണമല്ലോ. ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്ന എപ്പോഴാണ്? ആരാധിക്കുമ്പോഴാണ്. ആരാധിക്കുമ്പം പൗലോസ്ലീഹായെ ദൈവം തൊട്ട സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് വചനം പറയുകയാണ്, പൗലോസിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അടർന്നുപോയി. അതുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗമായിരുന്ന അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം നന്മയിലുള്ള അധിക ബോധ്യമായിരിക്കാം, സ്വന്തം അറിവിലുള്ള അമിത ബോധ്യം, എന്തും ആയിക്കോട്ടെ.
ചെതുമ്പല് പോലെ എന്തോ നടന്നതിന് ശേഷം പൗലോസ് എങ്ങനെ മാറി ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ചെതുമ്പലൊക്കെ കിലോ കണക്കിന് പോകാനുണ്ടാവും. പക്ഷെ അതെങ്ങനെ പോകും? എങ്ങനെ പോകും പ്രിയപ്പെട്ടവരെ? ഒരൊറ്റ ആരാധന പോകുമെന്ന് വിചാരിക്കരുത്. നന്നായി ആരാധിച്ച് അനുഗ്രഹം പ്രാപിച്ചാൽ പിന്നെ നമ്മൾ വീടിനും നാടിനും സഭയ്ക്കൊക്കെ കൊള്ളാവുന്ന ആളായിട്ട് മാറും. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ആരും തഴയപ്പെടുന്നതോ ഒഴിവാക്കപ്പെടുന്നതോ നമുക്കാർക്കും ആഗ്രഹമില്ല, ഇഷ്ടമില്ല. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, അഭിമുഖീകരിക്കുന്നുണ്ട്. അവിടെ മാറ്റം വരുത്തുന്ന ആരാ? ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും അവഗണിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. തിരുവചനം സക്കറിയ 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഒരു വചനം പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ചെടുക്കാം. സക്കറിയ 8. നമുക്ക് ഈ ഭൂമിയിലുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു വേദന, ഒരു മതിപ്പില്ല. എനിക്ക് വീട്ടിലൊരു വിലയില്ല ചാ. എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്കൊരു പരിഗണനയും സ്നേഹം കിട്ടുന്നില്ല. മക്കൾക്കൊരു മീച്ചമില്ല. സമൂഹത്തിലോട്ട് ഇറങ്ങിയാലും എല്ലാവരും എന്നെ അവഗണിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു കുത്ത് കേൾക്കാൻ വേണ്ടി, ഒരു പ്രയാസം കിട്ടാൻ വേണ്ടി ഒരു ജീവിതം ബാക്കി. ഞാനിങ്ങനെ ആട്ടും തുപ്പുമൊക്കെ ഏറ്റ് ഇതിനിടയിലൂടെ വീങ്ങി പൊട്ടി കഴിയുന്നു എന്നൊക്കെയുള്ള ദുഃഖം ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാനുള്ള ഒരു കൃപയുണ്ട് വചനത്തിൽ. അത് ചിലപ്പോൾ കാലങ്ങൾ കൊണ്ടായിരിക്കും തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് വചനം ഇങ്ങനെയാണ്. നമുക്ക് സക്കറിയ 8:23 ഒന്നിച്ചൊന്ന് വായിച്ചാലോ? സക്കറിയ 8:23 ഒന്നിച്ച് വായിക്കാവോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് മാറ്റം? എന്താ മാറ്റം? ദൈവം കൂടെ ഉണ്ടെന്ന്. എന്താ മാറ്റം മോളെ? എന്താ മാറ്റം? എന്താ മോനെ മാറ്റം? എന്താ ചേട്ടോ മാറ്റം? എന്താ? ആ കൂടെ നിൽക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇവളുടെ കൂടെ കർത്താവുണ്ട്. അത് ആരിലുണ്ടാകാൻ പോകുന്ന മാറ്റമാണ്? ആരാധിച്ച് കർത്താവ് ഒരു കൂട്ടായ്മയായി മാറിയെന്ന് ഉള്ളൊരനുഭവം ആ ആൾ നിൽക്കുന്ന സ്ഥലത്ത് രൂപപ്പെടുമ്പം, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പം സമൂഹത്തിന്, കൂട്ടായ്മയ്ക്ക്, സഭയ്ക്ക്, ലോകത്തിന് മനസ്സിലാകും ഈ ആളുടെ കൂടെ കർത്താവുണ്ട്. ആ കർത്താവ് ഉള്ളവരെ ആർക്കെങ്കിലും ഒഴിവാക്കി പോകാൻ പറ്റുമോ? ഇല്ല പ്രിയപ്പെട്ടവർ. നമുക്ക് അവഗണനകളെക്കുറിച്ചുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു മാർഗം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിട്ട് മാറുക, ആരാധിക്കുന്ന ഒരു അപ്പനായിട്ട് മാറുക, ആരാധിക്കുന്ന ഒരു കുഞ്ഞായിട്ട് മാറുക. ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ തുടർച്ചയായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ മനുഷ്യൻ്റെ തിരസ്കരണം നമുക്ക് നോവായിട്ട് മാറത്തില്ല.